തൃശൂർ അതിരൂപതയിൽ ആദ്യമായി സ്ഥാപിച്ച വേലൂർ ഫൊറോന പിതൃവേദിയുടെ നേതൃത്വത്തിൽ പുരുഷദിനം ആഘോഷിച്ചു. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിതാവിന്റെ മരണതിരുനാൾ ദിനത്തോടനുബന്ധിച്ചാണ് പുരുഷദിനം ആചരിച്ചത്. വികാരി ഫാദർ ജെയ്സൺ തെക്കുംപുറം ഉദ്ഘാടനം ചെയ്തു. ഫാദർ ഡേവിസ് ചിറമൽ മുഖ്യാതിഥിയായി. ഫാദർ ജോൺ പേരാമംഗലം, ലാറ്റി ആന്റണി, ജോസഫ് മാത്യു എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ പോയിരിക്കുകയായിരുന്നു, ബോംബെയിൽ. അവിടെ വിമൻസ് ഡേ, ആ രൂപത്തിൽ മുഴുവൻ അമ്മമാർ ചേർന്നിട്ടുള്ള വിമൻസ് ഡേ ആയിരുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആദ്യം സൃഷ്ടിച്ചത് പുരുഷനെയാണ്. കൊടുത്തോ, കൈയടിച്ചു കൊടുത്തോളാം. കാരണം എന്നിട്ടാണ് ഒരു വാരിയലെടുത്തിട്ടാണ് സ്ത്രീനെ സൃഷ്ടിച്ചത്. അത് കഴിഞ്ഞിട്ട് സ്ത്രീകൾക്ക് പരിഭവമൊന്നും വേണ്ട, വാരിയലല്ലേ. ആ എല്ലിരിക്കുന്ന സ്ഥലം ഹൃദയത്തിൻ്റെ ഭാഗത്തു നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഒരു പുരുഷനായി സൃഷ്ടിച്ച്, ദൈവം മനുഷ്യനായി വന്നപ്പോൾ ഒരു പുരുഷനായിട്ടാണ് ഈ ലോകത്തിലേക്ക് വന്നത്. പുരുഷനും സ്ത്രീയും തമ്മിൽ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല, ബയോളജിക്കലായിട്ടുള്ള വ്യത്യാസം ഒഴിച്ച് ദൈവത്തിൻ്റെ ജീവൻ തന്നെയാണ് രണ്ട് വ്യക്തികളിലും, പുരുഷനായാലും സ്ത്രീ ആയാലും. അതില്ല, ആ വ്യത്യാസം ഉണ്ടാകരുതെന്നാണ് ഞാൻ പറയുക. പുരുഷനാണ് സ്ത്രീയാണെന്നുള്ളൊരു വ്യത്യാസം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവരുത്. കറുത്തതാണ് വെളുത്തതാണെന്നുള്ള വ്യത്യാസം ഉണ്ടാവരുത്. ദരിദ്രനാണ് ധനികനാണെന്നുള്ള വ്യത്യാസം ഉണ്ടാകരുത്. സമത്വം, ഈക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി എന്നാണ് അമേരിക്കയിലെ മോട്ടോ. അതാണ് ഈക്വാലിറ്റി. ഈ ഈശോ ലോകത്ത് വന്നിട്ട് എല്ലാവരും തുല്യനായിട്ടാണ് കണ്ടത്.